അക്ഷര മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെയാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് തുടർന്ന് 10 മുതൽ 17 വാക്യം വരെ നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് വായിക്കാം. എന്നാൽ സഹോദരനെ വിധിക്കുന്നതെന്ത്, അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരൻ ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവീൻ. യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകും. നിന്റെ ഭക്ഷണം നിന്റെ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങൾക്ക് നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. 17 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഇത് നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്നതിനത്രയും നമ്മളിന്ന് കവർ ചെയ്യും. ഇതിനകത്ത് ആദ്യത്തെ 13-ാം വാക്യം വരെ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് ന്യായവിധി എല്ലാം തന്നെ പുത്രന് കൊടുത്തിരിക്കുന്നു. നമുക്ക് ന്യായം വിധിക്കാനായിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ദൈവം ചെയ്യുന്നതിന് നല്ലതായാലും തീയതായാലും ദൈവം അതിന് പ്രതിഫലം തരും. നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ഒരു ഒരു സ്റ്റഡി ഈ ന്യായവിധിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബൈബിളിലുള്ള ചെറിയൊരു ഒരു ക്ലിക്ക് അത് നിങ്ങൾ പെട്ടെന്ന് നോക്കാതെ പെട്ടെന്നൊരു പിൻ പോയിൻ്റായിട്ട് ചില പോയിൻ്റ് ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. നമ്മൾ ബൈബിൾ എടുക്കുമ്പോൾ 7 ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറയുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാപത്തിൻ്റെ ന്യായവിധി. നേരത്തെ പറഞ്ഞാണ് നമ്മുടെ പഴയ കാലങ്ങളെ വിശ്വാസികളുടെ പാപത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞാണ്. യോഹന്നാൻ 12:31 പറയുന്നു. രണ്ടാമത്, വിശ്വാസിയെ തന്നെത്താൻ വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻ്റായിട്ടുള്ള ന്യായവിധി. ബാലശിക്ഷ എന്നൊക്കെ ഞാനന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 1 കൊരിന്ത്യർ 11:31 വിശ്വാസി തന്നെത്താൻ വിധിക്കുന്നു എന്നുള്ള അത് രണ്ടാമത്തെ ന്യായവിധി. മൂന്നാമത്, വിശ്വാസികളുടെ പ്രവൃത്തികളുടെ ന്യായവിധി. ഇതാണ് 2 കൊരിന്ത്യർ 5:10 പറയുന്ന, നേരത്തെ പറഞ്ഞ നമ്മൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് നമ്മളെ പ്രതിഫലം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാപിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 3:12 മുതൽ 15 വരെ. ഇത് മൂന്നും വിശ്വാസികളുടെയാണ്. വെച്ചാൽ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ 3 ജഡ്ജ്മെൻ്റാണ് വിശ്വാസികളെ സംബന്ധിച്ച്. പ്രസൻറ്റ് എന്ന് പറയുന്നതാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ദൈവം തരുന്നത് പാസ്റ്റ് ആസ് ജഡ്ജ്മെൻറ്റ് ആസ് എ സിന്നർ. പാപത്തിൽ നമ്മൾ അതെല്ലാം ദൈവം മറന്നു കളഞ്ഞു. യേശു ക്രിസ്തുവിൽ മറന്നു കളഞ്ഞു. യേശു ക്രിസ്തുവിൽ ക്ഷമിച്ചു എന്നുള്ളതാണ്. അന്നേരം 3 ന്യായവിധി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 4-ാമത്തെ ന്യായവിധി ഇസ്രായേലിൻ്റെ ന്യായവിധിയാണ്. ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കും. എഹെസ്കേൽ 20:37, ആമോസ് 2:4 ഇസ്രായേൽ മക്കളെയെല്ലാം ദൈവം ന്യായം വിധിക്കും. ഇനിയും 5-ാമത്തെ ന്യായവിധി ജാതികളുടെ ന്യായവിധിയാണ്. തേജസ്സിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് വന്ന് ന്യായം വിധിച്ച് ആടുകളെ വേർതിരിക്കുക, ചെമ്മടിയാടെയും കോലാടുകളെയും തിരിക്കുന്ന പോലെ തിരിക്കുന്നുവെന്ന് മത്തായി 25:31 മുതൽ 46 ഭാഗങ്ങൾ പറയുന്നുണ്ട്. അത് സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ചെയ്യുന്ന ന്യായവിധി, ജാതികളുടെ ന്യായവിധി. 6-ാമത്തെ ന്യായവിധിയാണ് വീണുപോയ ദൂതന്മാരുടെ ന്യായവിധി. ഈ വീണുപോയ ദൂതന്മാരുടെ ന്യായവിധിയെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞപ്പോഴേ പ്രത്യേകിച്ച് റെഫർ ചെയ്ത് പറഞ്ഞില്ല. നമ്മൾ ഉള്ള ജനറലായിട്ടുള്ള ന്യായവിധിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് ദൂതന്മാരെ ദൈവം ന്യായം വിധിക്കും. യൂദ 6 അത് പറയുന്നുണ്ട്. വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കും എന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20:11 എഴുതിയിട്ടുണ്ട്. വീണുപോയ ദൂതന്മാരെ എല്ലാം അഗാധ കൂപത്തിലേക്ക് പിടിച്ചിടുന്ന കാര്യമല്ല അതിൽ പറയുന്നുണ്ട്. വെളിപ്പാട് 20:11. 7-ാമത് വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. വെള്ളസിംഹാസനത്തിൽ സകല ജാതികളെയും ന്യായം വിധിക്കുന്ന ന്യായവിധിയാണ്. അതിനെക്കുറിച്ചും പറഞ്ഞിട്ട് വെള്ളസിംഹാസന ന്യായവിധി. അത് 7-ാമത്തെ ന്യായവിധി വെളിപ്പാട് പുസ്തകം 20:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഈ ഇത്രയും ന്യായവിധികൾ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്, പല ആളുകൾക്ക്. അതുപോലെ ഇവൻ ദൂതന്മാർക്ക് വരെയും
ന്യായവിധി കൊടുത്തിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിലുള്ളവർക്ക് ഇപ്പോഴേ ശിക്ഷാവിധിയില്ല. അവരെ ദൈവം അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായം വിധിക്കും എന്നുള്ളത് നമ്മൾ മറന്നുപോകും. 11-ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യും. കാരണം ന്യായവിധി ദിവസവുമായി നേരിട്ടുള്ള ഒരു സൂചന അല്ലെങ്കിലും എല്ലാ മനുഷ്യദേഹിയും അവൻ്റെ പ്രവൃത്തിക്കുള്ള പ്രതിഫലനത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാലം അടക്കേണ്ടി വരും. ഈ പാപികളായാലും അല്ലാത്തവരുമൊക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തായാലും നമ്മൾ എല്ലാവരും മുഴങ്കാലം കൊടുക്കേണ്ടി വരും അല്ലേ? അങ്ങനെ ആണെങ്കിൽ ഇപ്പോഴേ അങ്ങ് മുഴങ്കാലം അടക്കിയാലേ ആ വലിയ തീയിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കുമല്ലോ, നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവരും തന്നെ കർത്താവിൻ്റെ സന്നിധിയിലെ 12-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തോട് ഓരോരുത്തർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു പണിഷ്മെൻറ്റിനെ കുറിച്ചല്ല പറയുന്നത്, കണക്ക് ബോധിക്കുക വ്യക്തിപരമായിട്ട് ഓരോരുത്തൻ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഓരോരുത്തൻ ദൈവത്തിൻ്റെ സന്നിധിയിലെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കാരണം ദൈവമാണ് പരമ അധികാരമുള്ള ന്യായാധിപൻ. അവൻ്റെ വിധി അന്തിമമായിരിക്കും. അതുകൊണ്ട് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധ്യമല്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഇനി നാം അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചയോ തടങ്കലോ വയ്ക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. നമ്മൾ വിധിക്കരുത്, സഹോദരന് ഒന്നും ഹിൻഡ്രൻസായിട്ട് ഒന്നും വെക്കാനായിട്ട് പാടില്ല. എന്നുവെച്ചാൽ ബലഹീനനായിട്ടുള്ള സഹോദരന് ബലവാനായ സഹോദരൻ്റെ നിലപാട് ഇടർച്ച ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ, ഇടർച്ച ഉണ്ടാക്കുന്ന രീതിയിൽ നീ ഭക്ഷണം കഴിക്കരുത്, ഇടർച്ച ഉണ്ടാക്കുന്ന രീതിയിൽ നീ വസ്ത്രം ധരിക്കരുത്. കയീൻ ചോദിച്ചതുപോലെ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് ചോദിച്ച് പറയാനല്ല, അവനൊരിക്കലും ഇടർച്ച ഉണ്ടാക്കാത്ത ശീലം നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നാം സഹോദരന് ഇടർച്ച ഉണ്ടാകാതെ അവനെ സ്നേഹിക്കണം. ഇനിയും ആ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കൾമിനേഷനാണ് 14-15 വാക്യങ്ങളിൽ പറയുന്നത്. നേരത്തെ പറഞ്ഞ യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ഭക്ഷണത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമെല്ലാം നല്ലത് തന്നെയാണ്, അതൊന്നും മലിനമല്ല എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കഴിക്കണ്ടെങ്കിൽ അവർ കഴിക്കണ്ട, അത്രേ ഉള്ളൂ. നിൻ്റെ ഭക്ഷണം നിൻ്റെ സഹോദരനെ വ്യസനിപ്പിച്ചാൽ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചോ അവനെ നിൻ്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു സില്ലി തിങ് ആണ് ശരിക്കും. ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ മരിച്ചു പോകത്തൊന്നുമില്ല. അതുകൊണ്ട് ഭക്ഷണം എന്ന് പറയുന്ന ഒരു സില്ലി തിങ് ആണ്. അത് നീ കഴിക്കുന്നതുകൊണ്ട് നിൻ്റെ സഹോദരനൊരു ഇടർച്ച വരാനായിട്ട് പാടില്ല. കാരണം അവനെ ദൈവത്തിലേക്ക് നടത്തി സുവിശേഷം, പ്രത്യേകിച്ചും ആദിമസഭയിലെ വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഞാൻ പറഞ്ഞൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആയിരുന്നു. പഴയ നിയമത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇരട്ടക്കുളമ്പുള്ളതിനെ തിന്നോ, ഒറ്റക്കുളമ്പുള്ളതിനെ തിന്നണോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഡീപ്പ് സീ മത്സ്യത്തെ കഴിക്കാമോ, കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ആ സമയങ്ങളുണ്ട്. ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള പഠിപ്പിക്കലിൽ നിന്നുള്ള ചിന്തകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾ വേറൊരു ടൈപ്പ് ഓഫ് ഭക്ഷണമായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അവർ ഒരിക്കലും ജാതികളോട് ഇടകലർന്നിരുന്നില്ല, ജാതികളുടെ ഭക്ഷണങ്ങൾ അവർ കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് ജാതീയ സംസ്കാരത്തിൽ നിന്ന് ഒരുത്തൻ കടന്നു വന്ന്, അല്ലെങ്കിൽ വേറൊരു സഹോദരൻ ഏതെങ്കിലും ദൈവത്തിന് ഓഫർ ചെയ്ത ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിയുമ്പം വീക്കായിരിക്കുന്ന, എന്നുള്ള ബലഹീനനായിരിക്കുന്ന ഒരു സഹോദരൻ അത് കണ്ടിട്ട് അയ്യോ അവന് ആ ദൈവത്തിന് ഓഫർ ചെയ്ത ഭക്ഷണം കഴിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫെയ്ത്തിൽ നിന്ന് ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ള ചിന്തയാണ് ഇവിടെ നമ്മളെ ഭരിക്കേണ്ടത്. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. കൊലോസ്യർ 1:23 വാക്യം. സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരമുള്ളവരായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ഇളകരുത്. ആ പ്രത്യാശയിൽ തന്നെ നമ്മൾ നിൽക്കണം. സ്ഥിരതയുള്ളവരായിരിക്കണം, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. 15-ാം വാക്യം.
നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു സംഗ്രഹമാണ്. വീക്കായിരിക്കുന്ന, വിശ്വാസത്തിൽ ബലഹീനരായിരിക്കുന്ന ആരെങ്കിലും നിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സോ ഡ്രസ്സിങ് ഹാബിറ്റ്സോ കണ്ടിട്ട് അവർ വിശ്വാസം നിന്ന് വിട്ടുപോയാൽ ദൈവം നിന്നെ ന്യായം വിധിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോഡസ്റ്റായിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും അവരെ കഴിക്കുകയും ധരിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. 16-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ഇവിടെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ പറയാം. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതിലേക്കാകണം എന്നുള്ള ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ദൂഷണം വരുത്തുക, നല്ല വിലയുമുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം ദോഷത്തിൻ്റെ അവസരമായി ഉപയോഗിക്കുകയും അവയെ നിന്ദിക്കപ്പെടുത്തുകയും അരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെ അവസരങ്ങളുണ്ടോ അതൊക്കെ സുവിശേഷീകരണത്തിനുള്ള അവസരങ്ങളാക്കി മാറ്റണം. അത് നിന്ദയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൂഷണം വരുത്തുന്ന ഒരു അവസരമായിട്ട്, ഈവിള് ചെയ്യാനൊരു അവസരമായിട്ട് അത് മാറരുത് എന്ന് പറഞ്ഞിട്ട് 17-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. 1 കൊരിന്ത്യർ 10:3-4 എബ്രായർ 9:10 ഇതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുക. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാകുന്നു. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പഠിച്ചാണ്. 1 എന്താണ് പഠിച്ച? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് താഴോട്ട് പറയുന്ന നമ്മൾ സന്തോഷിക്കുന്നു എന്നും പറയുന്നുണ്ട്. നീതീകരിക്കപ്പെട്ടു, സമാധാനമുണ്ട്, അവൻ്റെ പ്രത്യാശയിൽ വി ആർ റിജോയ്സിങ് ഇൻ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അവൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇത് നീതി, സമാധാനം, സന്തോഷം, ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ നീതി, സമാധാനം, സന്തോഷം അതിൽ പറയുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അതാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. നേരത്തെ പറഞ്ഞതല്ല അതാണ്. എന്താണ്? എന്ത് കഴിക്കും, എന്ത് തിന്നും, എന്ത് ഉടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അന്നേരം ഇവിടെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അതിന് പകരമായിട്ട് നീതിയും സമാധാനവും. വി ആർ ജസ്റ്റിഫൈഡ്, നീതീകരിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് നേരത്തെ എനിമീസ് ആയിരുന്നു, ഇപ്പം ദൈവമായിട്ട് പീസുണ്ട്, സമാധാനമുണ്ട്. അതുകൂടാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്നിരിക്കുന്നുണ്ട്, ആ സന്തോഷമുണ്ട്. അതാണ് രക്ഷയുടെ സന്തോഷം. സങ്കീർത്തനം 51 പൗലോസ് പറയുന്ന രക്ഷയുടെ സന്തോഷം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം. 1 കൊരിന്ത്യർ 10:3-4 വാക്യത്തിൽ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയപാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവാണ്. അപ്പോൾ ഈ നമ്മൾ മേഘത്തിലും സമുദ്രത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ബാപ്റ്റിസം നമുക്ക് കഴിഞ്ഞ് ഇവിടെ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ പാർട്ടായി തീർന്നു. അവനിൽ നിന്ന് നമ്മൾ കുടിച്ചു, ഒരേ ആത്മീയ പാൽ അവനിൽ നിന്ന് കുടിച്ചു. അതാണ് ശരിക്കും ദൈവരാജ്യത്തിൻ്റെ ഒരനുഭവം. അതിന് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നീതീകരണപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവുള്ള സന്തോഷം നമുക്ക് വരികയാണ്. ഈ പരിശുദ്ധാത്മാവുള്ള സന്തോഷം നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മളെ കർത്താവിൽ നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് നമ്മളെ ആക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമാണ്. സമാധാനം, നീതി, സന്തോഷം ഈ ബാഹ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ളതല്ല, പിന്നെയോ ആത്മീയമായിട്ടുള്ള ഗുണങ്ങളിലും കൃപകളിലുമാണ് ഇത് സ്ഥിതി ചെയ്തതെന്ന് പൗലോസ് വീണ്ടും പറയുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചില റെഫറൻസും കൂടി ഇതുമായിട്ട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം. അത് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ സഹോദരനെ ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല, ദൈവമാണ് ജഡ്ജ് ചെയ്യുന്നത്. ഏതൊക്കെ ടൈപ്പിലുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീക്കായിട്ടുള്ള സഹോദരൻ തെറ്റിപ്പോയാൽ നമ്മുടെ
ആക്ട് പ്രകാരം നമ്മുടെ പ്രവൃത്തി മുഖം തെറ്റിപ്പോയാൽ അതിന് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ തിന്നുന്ന കാര്യവും ഉടുക്കുന്ന കാര്യവും ഒന്നുമല്ല ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്നു എന്നുള്ള ചിന്തയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മുടെ ടേക്ക് അവേ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കുന്നത്? ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു പോയാൽ എന്താ കാര്യം? ശരിക്കും ഇന്നും മനുഷ്യർ ഈ ഭക്ഷണത്തിന് വേണ്ടിയും അതുപോലെ ഈ വസ്ത്രത്തിന് വേണ്ടിയും ഈ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. കർത്താവ് തന്ന നീതി നമ്മുടെ നീതിയായി മാറുകയും അതോടുകൂടി നമ്മൾ സമാധാനം വന്ന് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ എത്ര മഹത്വമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതിനൊരു വാല്യൂ നമുക്ക് ഈ വേൾഡിലെ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പ്രത്യേകം പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അതൊരു വേസ്റ്റാണ് എന്ന് പറയുന്നു. അത് സർവ്വലോകത്തിൻ്റെയും വാല്യൂവിനേക്കാൾ കൂടുതലാണ് ഒരു ആത്മാവിൻ്റെ വാല്യൂ. അത് പറയാനുള്ള കാര്യം, അവർ ലൈഫ് ഈസ് എറ്റേണൽ. നമ്മുടെ ജീവൻ നിത്യജീവനാണ്, എന്നേക്കും ദൈവത്തോട് നിൽക്കാനുള്ളതാണ്. ഈ 80-100 വയസ്സ് വരെ ഈ ഭൂമിയിലുള്ളതല്ല. ഈ 80-100 വയസ്സ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അത്രയും ലോജിക്കലായിട്ട് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ കൂടുതലായിട്ട് ഈ ദിവസങ്ങളിലെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെക്കുറിച്ചും ചിന്തിക്കണം. നീതിയും സമാധാനവും, യേശുക്രിസ്തു നമ്മൾക്ക് ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന ആ റൈച്ചസ്നസ്, ആ നീതി, ഒരിക്കൽ കർത്താവിനോട് എതിരായിരുന്നു, ദൈവത്തിനോട് ശത്രുക്കളായിരുന്നു നമ്മളെ ദൈവം നിരപ്പിച്ച് സമാധാനത്തിൽ കൊണ്ടുവന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ഇതിനെക്കുറിച്ച് ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകപരമായിട്ടുള്ള ചിന്തകളിൽ ഞങ്ങൾ അടിമപ്പെട്ടു പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. പലപ്പോഴും ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ മാത്രം ഞങ്ങൾ ചിന്തിച്ച് നടന്നു പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, പരിശുദ്ധാത്മാവിനെ നീ ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നപ്പോൾ അതിനോടൊപ്പം കർത്താവെ നീതിയും സമാധാനവും സന്തോഷവും നീ ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആദ്യ ഫലമാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ പഠിച്ചതാണ്. കർത്താവെ, ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളെ നീ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ ഉയരത്തിലുള്ള ചിന്തകളായി തീരുവാനായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എന്നോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ, ഈ വേൾഡിൽ ആയിട്ടുള്ള ഈ ലോകവുമായിട്ടുള്ള ചില കെട്ടുകൾ പിണഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഇന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ചില കെട്ടുകൾ, ചില ഭവനങ്ങളുള്ളതെല്ലാം ഇന്ന് അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് പല കെട്ടുകൾ കൊണ്ടിട്ടിട്ടുണ്ട്. പാരമ്പര്യമായിട്ടുള്ള കെട്ടുകൾ, വൈകാരികമായിട്ടുള്ള പല കെട്ടുകൾ, മാനസികമായിട്ടുള്ള പല കെട്ടുകൾ, ഇതെല്ലാം ഇന്ന് പൊട്ടിമാറും. യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറും. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? നീതിയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നു ചേരും. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കൂ. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവമേ, കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, നീ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവർ ഇന്ന് ദൈവം അനുഗ്രഹിച്ചോർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബനാഥന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പെസിഫിക്കായിട്ടുള്ള ഒരു പ്രേരണയിലാണിത് പറയുന്നത്. നിങ്ങളുടെ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ ഇരിക്കുന്ന ഭവനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദയവായിട്ട് ഇന്ന് തന്നെ ഭാര്യയും ഭർത്താവുമെങ്കിലും, കുഞ്ഞുങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കൂട്ടുക, ഇല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമെങ്കിലും ഒരുമിച്ചിരുന്ന് ഒന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാകട്ടെ എന്നേ പറയുന്നു. ഇത് സ്പെസിഫിക്കായിട്ട് പറഞ്ഞുകൊണ്ടാണ്, ദൈവം പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നീതി സമാധാനവും ഭവനത്തിൽ വരുമ്പോഴേ പൈശാചിക ശക്തികളെ പ്രവർത്തനങ്ങൾ ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോകും. ഇന്ന് തന്നെ ഈ രീതിയിലൊരു തീരുമാനമെടുക്കുകയും ഇതനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരു കുടുംബ പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തിൽ ഞാൻ ആശിക്കുകയും ദൈവത്തിൽ ഞാൻ കാണുകയും ചെയ്യുന്നു. തീർച്ചയായും അതിനുള്ള തീരുമാനമെടുക്കുമോ, വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, കുത്തി നിറച്ച നന്മകൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നു ചേരും. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. തുടർമാനമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇനി നമ്മൾ പറയുന്നത്. തീർച്ചയായും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.
ഈ രാത്രിയിലും ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ.